ക്ലിമീസ് അത്യുന്നത കർദിനാൾ ക്ലിമീസ് കാതോലിക്ക ബാവായും ഞാനും തമ്മിൽ എന്തൊക്കെയോ ഒരു കെമിസ്ട്രി ഉണ്ട്, രസതന്ത്രമുണ്ട്. അതെനിക്ക് കഴിഞ്ഞ ദിവസം ഒന്നുകൂടി കൂടി ബോധ്യപ്പെട്ടു. ഞാനൊരു 2 മാസത്തെ അമേരിക്കൻ സന്ദർശനത്തിന് പോയതാണ്. എന്നാൽ 3 ആഴ്ച കഴിഞ്ഞപ്പം പല കാരണങ്ങൾ കൊണ്ടും എനിക്ക് തിരികെ വരേണ്ടി വന്നു. നാട്ടിലെത്തിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, എന്നെ തിരിച്ചു വരുത്തിയതിൻ്റെ പിന്നിലുള്ള ഒരു ചേതോവികാരം ക്ലിമീസ് കാതോലിക്ക ബാവായുടെ ഈ ജൂബിലി സമ്മേളനത്തിൽ സംബന്ധിക്കുവാനും കൂടി ആണെന്ന് ബോധ്യപ്പെട്ടു. അത്രമേൽ ആഴമുള്ള ആത്മബന്ധവും സഹോദര സ്നേഹവുമാണ് ക്ലിമീസ് കാതോലിക്ക ബാവായും ഞാനും തമ്മിലുള്ളത്. അത് വ്യക്തിപരമായ ബന്ധത്തിനപ്പുറം സഭാതലത്തിൽ അദ്ദേഹം എപ്പോഴും കൂടെ നിന്നിട്ടുണ്ട്. പ്രത്യേകിച്ചും വലിയ പ്രയാസങ്ങളും പ്രതിസന്ധികളുമൊക്കെ ഉള്ളപ്പം താങ്ങായി തണലായി കൂടെ നിന്ന ഒരു ആത്മീയ പിതാവാണ്. എൻ്റെ സ്ഥാനാരോഹണത്തിൽ അദ്ദേഹം ലബനോനിൽ നേരിട്ടെത്തി അനുഗ്രഹിച്ചതും ഞാൻ സ്നേഹത്തോടുകൂടി ഈ സമയത്ത് ഓർത്തെടുക്കുകയാണ്. ഒരേ സമയം ആത്മീയ രംഗത്തും അതോടൊപ്പം തന്നെ പൊതു പ്രവർത്തനത്തിലും പൊതുജീവിതത്തിലും ഇടതടവില്ലാതെ ഇടപെട്ടുകൊണ്ടുള്ള ബാവാ തിരുമേനിയുടെ ശ്രദ്ധേയമായ നേതൃത്വം എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട്. കേരളത്തിൽ മാത്രമല്ല, രാജ്യത്തുടനീളം രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക മണ്ഡലങ്ങളിലെ അദ്ദേഹത്തിൻ്റെ ഇടപെടലുകളും അദ്ദേഹത്തിൻ്റെ വേറിട്ട ശബ്ദവും എല്ലാവരും സാഗൂതം ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ളതും അത്യുന്നത കർദിനാൾ പിതാവിനെ വ്യതിരക്തനാക്കുന്ന ഒന്ന് തന്നെയാണ്. മതവിശ്വാസങ്ങൾക്ക് അതീതമായിട്ടുള്ള ഒരു പൊതു നന്മ ലക്ഷ്യമിട്ടുകൊണ്ടുള്ളൊരു പ്രവർത്തനം ഈ കഴിഞ്ഞ 25 വർഷക്കാലത്തെ അജപാലന ദൗത്യ നിർവഹണത്തിൽ കേരള സമൂഹത്തിനും അദ്ദേഹത്തെ അറിയാവുന്ന എല്ലാവർക്കും സാക്ഷ്യപ്പെടുത്താൻ സാധിക്കുമെന്നുള്ളതും അദ്ദേഹത്തിൻ്റെ പ്രത്യേകതയാണ്. വിഭജനവും പോർവിളികളും ഉള്ള ഇന്നിൻ്റെ സമൂഹത്തിൽ അവിടെ സ്നേഹത്തിൻ്റെയും സഹോദര്യത്തിൻ്റെയും സഹവർത്തിത്വത്തിൻ്റെയും അനുരഞ്ജനത്തിൻ്റെയും സഹിഷ്ണുതയുടെയും വാക്കായി, നാവായി, ശബ്ദമായി എന്നും ക്ലിമീസ് കാതോലിക്ക ബാവ തിരുമേനി നിലയുറപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് നമ്മുടെ നാടിനും ഈ രാജ്യത്തിനും ഒക്കെ വലിയ പ്രതീക്ഷ നൽകുന്ന ഒന്ന് തന്നെയാണ്. മനുഷ്യർ എന്തൊക്കെയാണെന്നുള്ളതും എന്തൊക്കെ ആകണം എന്നുള്ളതും തമ്മിലുള്ള അതിനിടയിലുള്ള ഒരു വാതിൽപ്പടിയായി ക്ലിമീസ് കാതോലിക്ക ബാവ കത്തിച്ച മെഴുകുതിരികളുമായി നിലയുറപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് ആശ്വാസം പകരുന്ന ഒന്ന് തന്നെയാണ്. ONV കുറിപ്പിൻ്റെ ഒരു കവിതയുടെ 2 ഭാഗവും ഞാനൊന്ന് ഓർത്തു പോകുന്നു. മെഴുകുതിരി എന്ന കവിത. കത്തിയെരിയണം കണ്ണടയും വരെ തപ്തബാഷ്പം തൂകി നിന്ന് ചിരിക്കണം. യഥാർത്ഥത്തിൽ തിന്മ അധികരിക്കുന്ന സമകാലിക സമൂഹത്തിൽ ഇരുട്ടിനെ സ്നേഹിക്കുന്ന ആളുകളുടെ എണ്ണം വർദ്ധിക്കുന്ന ഇന്ത്യൻ്റെ സമൂഹത്തിൽ കർദിനാൾ പിതാവിനെ പോലെ കാതോലിക്ക ബാവായെ പോലുള്ള മനുഷ്യരുടെ നന്മയും ആ വെളിച്ചവും ലോകത്തിന് മുഴുവനും പ്രകാശം പരത്തട്ടെ എന്ന് വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. എല്ലാ ആയുരാരോഗ്യ സൗഖ്യവും മലങ്കര യാക്കോബായ സുറിയാനി ഓർത്തഡോക്സ് സഭയുടെ പേരിൽ അഭിവന്യ കർദിനാൾ പിതാവ് കാതോലിക്ക ബാവായ്ക്ക് നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുന്നു. നന്ദി, നമസ്കാരം. It gives me great joy to address these few words at the beautiful gathering of friends and admirers of His Beatitude, Moran Mor Basilios, Cardinal Klimis, my brother Cardinal and good friend. This special jubilee of his episcopal ordination shines before us as a sign of God's enduring faithfulness. In Cardinal Klimis, we behold a shepherd who has allowed himself to be shaped by the Spirit, so that he might in turn shape the flock entrusted to his pastoral care. His episcopal journey, beginning with consecration on the feast of the Assumption in 2001, has unfolded as a strong testimony to the gospel, radiating across dioceses, ecclesial assemblies, and interreligious encounters. Your beatitude, your episcopal ministry has taken you
through many different fields of service. You have served the church as auxiliary bishop, apostolic visitor to the Malankara faithful in North America and Europe, as bishop, archbishop, and finally, as Major Archbishop Catholicos of the Syro-Malankara Catholic Church. The Church in India remembers with gratitude your pioneering role as the first cardinal of the Syro-Malankara Catholic Church, a distinction that has brought honor not only to your venerable church, but to the entire Catholic communion in our land. In your person, the richness of the Eastern tradition has found eloquent expression, reminding us that the Catholic Church in India breathes with both lungs, East and West, and that diversity, when rooted in Christ, becomes a symphony of unity. Over these last 25 years, you have stood as a bridge builder, fostering ecumenical dialogue, nurturing interreligious understanding, and strengthening the bonds of fraternity among bishops, priests, religious, and laity. Your academic formation in ecumenical theology has not remained confined to academic discourse. It has blossomed into a lived witness, enabling communities to walk together in mutual respect and shared mission. The pastoral heart of your episcopate is evidence in your closeness to the people, whether in parishes, seminaries, or national assemblies. You have carried the smell of the sheep, listening attentively, encouraging generously, and guiding wisely. Your leadership as the president of the Catholic Bishops' Conference of India between 1986 and 1989 was marked by courage and clarity, especially in times when the Church was called to defend human dignity, uphold constitutional values, and bear prophetic witness to justice and peace. On behalf of the Conference of Catholic Bishops of India, and also on behalf of the Federation of Asian Bishops' Conferences, I extend to you our warm and fraternal congratulations. May the Holy Spirit renew your strength for the years ahead, and may Mary, the Mother of the Church, accompany you always. As you step into the next chapter of your episcopal ministry, I pray that the Lord who called you may continue to bless and sustain you in your dedicated service to the Church. Ad multos annos, Cardinal Clemis. എപ്പിസ്കോപ്പൽ രജത ജൂബിലി ആഘോഷിക്കുന്നതായ അഭിമന്യ കർദിനാൾ മോറൻമോ ബെസേലിയസ് ക്ലിമീസ് കത്തോലിക്ക ബാബ തിരുമേനിയെ മലങ്കര മാർത്തമ്മ സുറിയാനി സഭയുടെ പേരിലുള്ള ആശംസകൾ, അനുമോദനങ്ങൾ ഈ അവസരം പ്രത്യേകമായിട്ട് ഞാൻ അറിയിക്കുന്നു. ഇന്ന് നാം ഇവിടെയെല്ലാം ഒന്നിച്ച് കൂടിയിരിക്കുന്നത് അഭിമന്യ ക്ലിമീസ് ബാബ തിരുമേനിയുടെ 25 വർഷത്തെ എപ്പിസ്കോപ്പൽ ശുശ്രൂഷയെ മാത്രം അനുസ്മരിക്കുന്നതിനായിട്ടല്ല, പിന്നെ ദൈവം നൽകിയതായിട്ടുള്ളൊരു മനുഷ്യ ആയുസ് എങ്ങനെയാണ് സഭയ്ക്കും സമൂഹത്തിനും പ്രയോജനകരമായി തീർക്കുവാൻ്റെ കോണം ദൈവകൃപ അനുഭവിപ്പാൻ ഇടയായിട്ട് തീർന്നത് എന്നതിന് ദൈവത്തിന് നന്ദി പറയാനായിട്ടാണ്. അതുകൊണ്ട് ഈ അവസരം ഒരു സ്തോത്ര ശുശ്രൂഷയുടേതായിട്ടുള്ള അവസരമായിട്ടാണ് ഞാൻ കാണുന്നത്. അഭിമന്യ ബാബ തിരുമേനി വളരെ അടുത്ത ബന്ധമാണ് എന്നോടും മലങ്കര മാർത്തമ്മ സുറിയാനി സഭയോടും പുലർത്തിക്കൊണ്ടേയിരിക്കുന്നത്. തിരുമേനിയെ ഏറ്റവും അടുത്തറിയുവാനായിട്ട് എനിക്ക് ഇടയായിട്ട് തീർന്നത് പോപ്പ് ഫ്രാൻസിസ് തിരുമേനിയെ കാണുന്നതിനായിട്ട് റോമിൽ പോയതായിട്ടുള്ള അവസരമാണ്. തൻ്റെ സ്വാധീനവും തൻ്റെ വ്യക്തിപ്രഭാവവും എല്ലാം മനസ്സിലാക്കുവാനായിട്ട് ഇടയായി തീർന്ന ഒരു അവസരമായിട്ടാണ് ഞാനത് കാണുന്നത്. ഇനി റോമിൽ തന്നെ ഒരു പോപ്പായിട്ട് വന്ന് ആ അവസരത്തിൽ ആ പ്രദേശത്തൊക്കെ പോകുന്നതിനായിട്ടും
ആർക്കും കയറി ചെല്ലാവുന്നൊരിടമായിട്ട് അത് തീരുന്നതിനും ഒക്കെ തിരുമേനിയിലൂടെ സാധ്യമായി തീരട്ടെ എന്നത് ഈ അവസരം ഞാൻ ആശംസിക്കുന്നു. പിന്നെ ക്ലിമീസ് ബാബ തിരുമേനിയെ ശുശ്രൂഷയിൽ 1-2 കാര്യങ്ങൾ മാത്രം എൻ്റെ പരിചയത്തിൽ തന്നെ പറഞ്ഞ് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നതിനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, എല്ലാ മനുഷ്യരിലും ദൈവത്തിൻ്റെ മുഖം കാണുവാൻ്റെ കോണം താല്പര്യപ്പെടുന്നതായിട്ടുള്ള ഒരു വ്യക്തിപ്രഭാവമാണ് നമുക്ക് തിരുമേനിയിലെ കാണുവാനായിട്ടിടയാവുന്നത്. 2, സഭയുടെ അതിരുകൾക്കപ്പുറത്തേക്കുള്ള ഒരു സമൂഹത്തെ സൃഷ്ടിക്കുവാൻ്റെ കോണം തൻ്റെ വ്യക്തിപ്രഭാവത്തിലൂടെ ഇടയായിട്ട് തീർന്നിട്ടുണ്ട്. 3, മലങ്കര മാർത്തോമാ സുറിയാനി സഭയുമായിട്ടുള്ള അടുത്ത ബന്ധം പുലർത്തുവാൻ്റെ കോണം എല്ലായ്പ്പോഴും മുന്നിൽ നിൽക്കുവാൻ ഇടയായി തീരുന്നതായിട്ടൊരു സാഹചര്യം സൃഷ്ടിക്കുവാൻ്റെ കോണം ഇടയായിട്ട് തീർക്കുന്നതായിട്ടുള്ള തിരുമേനി. അതുകൊണ്ടാണല്ലോ ഇന്ന് ഈ വേദി പങ്കിടുവാൻ്റെ കോണം എനിക്കും ഒരവസരം ലഭിച്ചത്. പരസ്പര ബഹുമാനത്തിനും സഹകരണത്തിനും അടിസ്ഥാനമാക്കിയ ഈ ബന്ധം സഭകൾക്കിടയിലുള്ള ഐക്യത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ഉജ്ജ്വല സാക്ഷ്യമാണ് എന്നത് ഈ അവസരം ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ. തിരുവനന്തപുരത്തെ മാർത്തോമ സഭാംഗങ്ങൾക്ക് സെമിത്തേരിക്ക് സ്ഥലപരിമിതി നേരിട്ടതായിട്ടുള്ള അവസരത്തിൽ ശാന്തമായി കാര്യങ്ങളെല്ലാം കേട്ടതിന് ശേഷം നേരെ കൂട്ടിക്കൊണ്ടുപോയി ഒരു സ്ഥലം കാണിച്ചു തരികയും ഇവിടെ വേണ്ട കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചു കൊള്ളുക എന്ന് പറയുകയും ചെയ്തതായിട്ടുള്ള അവസരം ഞാൻ ഇന്നലെ പോലെ ഇന്ന് ഓർക്കുന്നുണ്ട്. തിരുമേനി ഇവാനിയോസ് നഗറുകളിൽ സെല്ലാർ പണിയുന്നതിനായി സ്ഥലം അനുഭവിച്ച് നൽകിയതും മറക്കാനാവാത്തതായിട്ടുള്ള ഒരു സാഹോദര്യത്തിൻ്റേതായിട്ടുള്ള അനുഭവമാണ് എന്ന് ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. സഭയുടെ എല്ലാ പ്രധാന പരിപാടികളിലും മലങ്കര മാർത്തോമാ സഭയെ ഓർക്കുന്നതിനും ക്ഷണിക്കുന്നതിനും അവസരങ്ങളൊക്കെ നൽകുന്നതിനും തിരുമേനി പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കാറുണ്ട്. തിരുമേനി രചിച്ചതായിട്ടുള്ള സാധു കൊച്ചുകുഞ്ഞ് ഉപദേശത്തെക്കുറിച്ചുള്ള ഒരു പുസ്തകം ഇന്നിവിടെ പ്രസിദ്ധീകരിക്കുന്നുണ്ട്. ആ അവസരത്തിൽ ഒന്നും തന്നെ പറയാതെ അത് പ്രസിദ്ധീകരണത്തിന് അത് നൽകിക്കൊടുക്കുവാനായിട്ടുള്ള ചടങ്ങ് മാത്രം ഞാൻ നൽകുന്നതിനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഇനിയും വീണ്ടും ഒരവസരം എടുക്കുകയില്ല എന്ന് ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. എൻ്റെ ജീവിതത്തിലൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്നതായിട്ടുള്ള ജീവിതത്തിൻ്റേതായിട്ടുള്ള മാർഗരേഖകൾ, ഒന്ന്, ഒരു ഇടയൻ്റെ മഹത്വം അധികാരത്തിലല്ല, എല്ലാ ആളുകളുടെയും വേദനകളെ കേൾക്കുന്നതിലും വേദനകളെ മനസ്സിലാക്കുന്നതിലും അത് ഒപ്പിയെടുക്കുന്നതിലുമാണ് എന്ന് നമ്മെ പഠിപ്പിച്ചതായിട്ടുള്ള ഒരു തിരുമേനിയാണ് നമ്മളുടെ ക്ലിമീസ് ബാബ തിരുമേനി. ശുശ്രൂഷയ്ക്ക് ലഭിച്ചിരിക്കുന്നതായുള്ള സ്ഥാനങ്ങളൊന്നും ശക്തിയുടെ അവസരമായിട്ട് കാണുന്നതിനായിട്ടല്ല, പിന്നെയോ മനുഷ്യരിലെ എങ്ങനെ പ്രത്യാശ ഉണർത്തുവാനായിട്ട് തനിക്ക് ഇടയായിട്ട് തീരുന്നു എന്നത് തിരുമേനി വ്യക്തമാക്കിയിട്ടുള്ളതായിട്ടുള്ള അവസരങ്ങളുണ്ട്. നേതൃത്വത്തിൻ്റെ വിജയം എത്ര തീരുമാനങ്ങളുടെ വിജയം എന്ന എണ്ണത്തിലല്ല, എത്ര ഹൃദയങ്ങളെ ഒരുമിച്ച് നിർത്തിയിരിക്കുന്നു എന്നുള്ളതിന് അതിൻ്റെ പ്രത്യേകതയിലാണ്. ഈ അർത്ഥത്തിൽ നോക്കുമ്പോൾ അഭിമന്യ ക്ലിമീസ് ബാബ തിരുമേനിയുടെ 25 വർഷത്തെ എപ്പിസ്കോപ്പൽ ശുശ്രൂഷ ദൈവവിളിക്ക് താൻ തന്നെ നൽകിയതായിട്ടുള്ള വിശ്വസ്തമായിട്ടുള്ള മറുപടിയുടെ ഒരു ഉജ്ജ്വലമായിട്ടുള്ള സാക്ഷ്യമാണ് എന്നത് ഈ തരുണത്തിൽ ഞാൻ ഓർക്കട്ടെ, പറയട്ടെ. ക്രിസ്തുവിൻ്റെ സഭയ്ക്ക് വളരെയധികം സംഘർഷങ്ങളുടെ മധ്യത്തിലൂടെ നാം കടന്നു പോകുന്നതായിട്ടുള്ള അവസരത്തിൽ സഭയ്ക്ക് എന്ത് ഉത്തരമാണ് നൽകുവാനായിട്ടുള്ളത് എന്നുള്ളതായിട്ടുള്ള ചോദ്യം പ്രസക്തമാണ്. അത് സമാധാനത്തിൻ്റെ ശബ്ദമായിരിക്കണം, ഐക്യത്തിൻ്റെ ശബ്ദമായിരിക്കണം, മനുഷ്യ അന്തസ്സിൻ്റെ സംരക്ഷണത്തിൻ്റെ ശബ്ദമായിരിക്കണം, പാവപ്പെട്ടവരുടെ പക്ഷം നിൽക്കുന്നതായിട്ടുള്ള ഒരു ശബ്ദമായിരിക്കണം എന്ന് തിരുമേനി തൻ്റെ വ്യക്തിത്വത്തിലൂടെ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ഈ സിൽവർ ജൂബിലി ആഘോഷം അഭിമന്യ തിരുമേനിയുടെ കഴിഞ്ഞ 25 വർഷത്തെ ശുശ്രൂഷയ്ക്ക് ദൈവത്തോടെ നാം എല്ലാവരും ചേർന്ന്, ഇവിടെ മാത്രമല്ല ആഗോള സഭ അംഗങ്ങൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ദൈവത്തിന് സ്തോത്രം അർപ്പിക്കുന്നതായിട്ടുള്ള അവസരത്തിൽ അതിൽ പങ്കുചേരുവാൻ്റെ കോണം ദൈവം നമുക്കും പങ്കാളിത്തം നൽകട്ടെ എന്ന് പ്രത്യേകമായിട്ട് ഓർമ്മപ്പെടുത്തുന്നു. വിവിധ സഭാവിഭാഗങ്ങളുമായിട്ട് തിരുമേനി പുലർത്തുന്നതായിട്ടുള്ള സൗഹാർദ്ദം അത് കൂടുതൽ ശക്തമായി തീരുവാൻ്റെ കോണം ദൈവം കൃപ നൽകട്ടെ. നമ്മുടെ യുവതലമുറയ്ക്ക് പുതിയ മാതൃകകൾ നൽകുവാൻ്റെ കോണം ഇടയായിട്ട് തരട്ടെ. അനേകം കുട്ടികളെ പഠിപ്പിക്കുന്നതായുള്ള കാര്യം ഇവിടെ പറയുകയുണ്ടായല്ലോ. ഏകദേശം 2 കോടിയോളം രൂപ ചെലവാക്കി കുഞ്ഞുങ്ങളുടെ ഭാവി നിർണ്ണയിക്കുവാൻ്റെ കോണം താല്പര്യപ്പെടുന്നതായുള്ള ബാബ തിരുമേനി യുവതലമുറകൾക്ക് മാതൃക നൽകി കൊടുക്കുവാൻ്റെ കോണം താല്പര്യപ്പെട്ടുകൊണ്ട് ഇരിക്കുകയാണ്. പിന്നെ ബാബ തിരുമേനിക്കും മലങ്കര കത്തോലിക്ക സഭയ്ക്കും ഈ ജൂബിലി അവസരത്തിൽ മലങ്കര മാർത്തോമാ സുറിയാനി സഭയുടെ പേരിലും എൻ്റെ വ്യക്തിപരമായിട്ടുള്ള പേരിലും സഭയുടെ സ്നേഹവും പ്രാർത്ഥനയും ആശംസകളും
വീണ്ടും ഞാൻ അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ നമ്മുടെ എല്ലാവരുടെ മേലും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ആമേൻ.